മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സൗരയൂഥത്തിൽ കാന്തിക മണ്ഡലമുള്ള ഏക ഉപഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ കാന്തിക മണ്ഡലമുള്ള ഏക ഉപഗ്രഹം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. മിമാസ്, ഗാനിമീഡ്, ടൈറ്റൻ, ഫോബോസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഗാനിമീഡ് ആണ്. സൗരയൂഥത്തിൽ കാന്തിക മണ്ഡലമുള്ള ഏക ഉപഗ്രഹമാണ് ഗാനിമീഡ്. കേരളത്തിലെ ബാറുകളിൽ വിതരണം ചെയ്യുന്ന മദ്യത്തിൻ്റെ അളവിൽ കൃത്രിമത്വം കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേര് എന്താണ്? ഓപ്പറേഷൻ പഞ്ചകിരൺ, ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്, ഓപ്പറേഷൻ ബാർകോഡ്, ഓപ്പറേഷൻ സേഫ് സ്വീപ്പ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഓപ്പറേഷൻ ബാർകോഡാണ്. ഗോത്രദേവതകളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സമക്ക സരക്ക കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗോത്രദേവതകളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സമക്ക സരക്ക കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള തെലങ്കാനയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതാണ്? ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ബിസ്മത്ത്, ഇറിഡിയം, ടൈറ്റാനിയം, സിങ്ക്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ബിസ്മത്താണ്. ബിസ്മത്താണ് ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം. പ്രധാനമായും ഏതെല്ലാം ഖനലോഹങ്ങളാണ് ഭൂമിയുടെ കാമ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്? പ്രധാനമായും ഏതെല്ലാം ഖനലോഹങ്ങളാണ് ഭൂമിയുടെ കാമ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്ക അലുമിനിയം, ഇരുമ്പ് ചെമ്പ്, സിലിക്ക മഗ്നീഷ്യം, നിക്കൽ ഇരുമ്പ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള നിക്കൽ ഇരുമ്പാണ്. നിക്കൽ ഇരുമ്പാണ് പ്രധാനമായിട്ടും ഭൂമിയുടെ കാമ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. ശീതീകാരിയായി ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് ഏത് രാസവസ്തുവിൻ്റെ രൂപഭേദമാണ്? അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, ബ്ലീച്ചിങ് പൗഡർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധം ഇല്ലാത്ത സമരം ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധമില്ലാത്ത സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, സ്വദേശി പ്രസ്ഥാനം, നിസ്സഹരണ പ്രസ്ഥാനം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള സ്വദേശി പ്രസ്ഥാനമാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് മാർച്ച്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അയർലാൻഡ്, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള അയർലാൻഡാണ്. അയർലാൻഡിൽ നിന്നാണ് ഭരണഘടനയിൽ ഉള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒമാൻ, ഖത്തർ, ചൈന, ജപ്പാൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ജപ്പാനാണ്. ജപ്പാനാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. രാജ്യത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി ഏത്? രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള എറണാകുളം. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹീമോഗ്ലോബിൻ, കോശദ്രവ്യം, പ്ലാസ്മ, റൈബോസോം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള പ്ലാസ്മയാണ്. പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗമെന്ന് അറിയപ്പെടുന്നത്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ആദ്യമായി ലഭിച്ച വ്യക്തി ഇവരിൽ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്, എം ഡി വാസുദേവൻ നായർ, തകഴി ശിവശങ്കരപിള്ള, ONV കുറുപ്പ്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? വിജ്ഞാന കൈരളി, സമകാലിക ജനപദം, മലയാളം ലിറ്റററി സർവേ, സാഹിത്യ ലോകം. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള സാഹിത്യ ലോകമാണ്. സാഹിത്യ ലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം ഏതാണ്? കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം ഏതാണ്? രജത ചകോരം, സുവർണ ചകോരം, നെറ്റ്പാക് അവാർഡ്, സുവർണ കമലം.
ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള സുവർണ ചകോരമാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി, വിവേകോദയം, മലയാളി, മാതൃഭൂമി. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന പത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ദിവസവും ഏതാണ്? 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1950 ജനുവരി 24, 1949 നവംബർ 26. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള 1949 നവംബർ 26 എന്നതാണ്. കട്ടിബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ആറളം വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, ചിമ്മിനി വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിലാണ് കട്ടിബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ലോക ഭൗമ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ്? ലോക ഭൗമ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ്? പൂനെ, നാഗ്പൂർ, ന്യൂഡൽഹി, വിശാഖപട്ടണം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായ കായിക താരം ആര്? വിരാട് കോഹ്ലി, PV സിന്ധു, നീരജ് ചോപ്ര, സച്ചിൻ ടെണ്ടുൽക്കർ. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള PV സിന്ധുവാണ് ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായ കായിക താരം. പൂർണ്ണമായും 3D പ്രിന്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? അഗ്നിബാൺ, വിരാസത് 3D, വരുണ പ്ലസ്, ഇന്ദ്രധനുഷ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള അഗ്നിബാനാണ് പൂർണ്ണമായും 3D പ്രിന്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ്. ഇന്ത്യയും ഏത് സംഘടന അല്ലെങ്കിൽ രാജ്യവുമായുള്ള വ്യാപാര കരാറിനെയാണ് മദർ ഓഫ് ദി ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യയും ഏത് സംഘടന അല്ലെങ്കിൽ രാജ്യവുമായ വ്യാപാര കരാറിനെയാണ് മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? UAE, അമേരിക്ക, ന്യൂസിലാൻഡ്, യൂറോപ്യൻ യൂണിയൻ. എല്ലാവർക്കും അറിയാം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ ആണ്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മാക്സിമം നിങ്ങൾ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തോന്നും. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, അരബിന്ദോ ഘോഷ്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള അരബിന്ദോ ഘോഷാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തതാണ് അരബിന്ദോ ഘോഷ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ? ഫസൽ അലി കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ, കോദാരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോദാവരി, താപ്തി, മഹാനദി, കാവേരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള താപ്തിയാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? വൃക്കസിര, അധോമഹാസിര, വൃക്കധമനി, ഊർവധ്വ മഹാസിര. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള വൃക്കധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, ബാക്ടീരിയ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള മൊണീറയാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി എന്നിവ കേരളത്തിൽ കാണപ്പെടുന്നത് ഏതിനം സസ്യങ്ങളിലാണ്? നീലക്കുറിഞ്ഞികൾ, മഴവാഴ, ഓർക്കിഡുകൾ, കണ്ടൽ ചെടികൾ.
ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള കണ്ടൽ ചെടികളാണ്. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏത്? തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏത്? ജർമ്മൻ, ഇറ്റലി, സെർബിയ, ഹംഗറി. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള സെർബിയയാണ്. സെർബിയയാണ് തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ ഞാൻ പിടിച്ചെടുക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി ആരാണ്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ ഞാൻ പിടിച്ചെടുക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി ആരാണ്? റോബർട്ട് ക്ലൈവ്, തോമസ് ബേബർ, വില്യം ബെൻഡിക്, മെക്കാളെ. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള റോബർട്ട് ക്ലൈവ് ആണ്. കേരളത്തിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കേരളത്തിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആര്യവാമൊഴി ചുരം, ആര്യങ്കാവ് ചുരം, കമ്പം ചുരം, പേരമ്പാടി ചുരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ആര്യങ്കാവ് ചുരമാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ പ്രദേശം ഏത്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ പ്രദേശം ഏത്? കച്ച് കടൽ തീരം, കത്തിയാവാഡ് കടൽ തീരം, അലാങ് കടൽ തീരം, ദണ്ഡി കടൽ തീരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള അലാങ് കടൽ തീരമാണ്. അലാങ് കടൽ തീരമാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ പ്രദേശം. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 3:1, 2:2, 3:2, 2:3. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 3:2 ആണ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി മുതൽ 250 അടി വരെയുള്ള ഉയരത്തിലുള്ള ഭൂപ്രദേശം ഏത്? സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി മുതൽ 250 അടി വരെ ഉയരത്തിലുള്ള ഭൂപ്രദേശം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം, കോൾനിലങ്ങൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇടനാടാണ്. ഓക്കെ. നദികൾ മുറിച്ച് കടക്കാനായി മരങ്ങളുടെ വേരുകൊണ്ട് പാലം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ പ്രദേശം ഏത്? നദികൾ മുറിച്ച് കടക്കാനായി മരങ്ങളുടെ വേരുകൊണ്ട് പാലം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ പ്രദേശം ഏത്? മണിപ്പൂർ, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള മേഘാലയയാണ്. നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് ആര്? നിസ്സഹകരണ സമരം പിൻവലിക്കുന്നതിനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് ആര്? സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, സി ശങ്കരൻ നായർ, സുഭാഷ് ചന്ദ്രബോസ്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ഏതാണ്? കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള കൊല്ലമാണ്. കൊല്ലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോഹമണൽ നിക്ഷേപമുള്ളത്. സ്നേഹലത എന്ന നോവൽ എഴുതിയത് ആരാണ്? സ്നേഹലത എന്ന നോവൽ എഴുതിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ, സുധീഷാഭിമാനി രാമകൃഷ്ണപിള്ള, കെ പി കേശവമേനോൻ, പണ്ഡിറ്റ് കറുപ്പൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ. മന്നത്ത് പത്മനാഭനാണ് സ്നേഹലത എന്ന നോവൽ എഴുതിയത്. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര്? 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര്? സുദർശൻ പട്നായിക്, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അഭിനവ് ബിന്ദ്ര. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള സുദർശൻ പട്നായിക്കാണ്. സുദർശൻ പട്നായിക്കാണ് 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ചന്ദ്രനെ വലം വെച്ച് സഞ്ചരിച്ച ആദ്യത്തെ വനിത ആര്? ചന്ദ്രനെ വലം വെച്ച് സഞ്ചരിച്ച ആദ്യത്തെ വനിത ആര്? സുനിത വില്യംസ്, ക്രിസ്റ്റീന കോച്ച്, ജെസിക്ക മേയർ, കൈല ബാരൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ചാണ്. ഇന്ത്യയിൽ എവിടെയുള്ള സ്തൂപത്തിൽ നിന്ന് പകർത്തിയതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര? ഇന്ത്യയിൽ എവിടെയുള്ള സ്തൂപത്തിൽ നിന്ന് പകർത്തിയതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര? സാഞ്ചി, വാരണാസി, സാരാനാഥ്, ഉത്തരകാശി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള സാരാനാഥാണ്. എന്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ശാസ്ത്രതത്വം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ലേ ഷാറ്റ്ലിയർ? എന്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ശാസ്ത്രതത്വം അവതരിപ്പിച്ച സയൻറ്റിസ്റ്റാണ് ലേ ഷാറ്റ്ലിയർ?
ആറ്റത്തിൻ്റെ ഘടന, പ്രതിപ്രവർത്തനം, റേഡിയോ ആക്ടിവിറ്റി, രാസസന്തുലനം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള രാസസന്തുലനമാണ്, കെമിക്കൽ ഇക്വിലിബ്രിയം. ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകരമായി തീർന്ന രാസപ്രക്രിയ ഏത്? ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകരമായി തീർന്ന രാസപ്രക്രിയ ഏത്? ഹേബർ പ്രക്രിയ, സമ്പർക്ക പ്രക്രിയ, ബോഷ് പ്രക്രിയ, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ഹേബർ പ്രക്രിയയാണ്. ഹേബർ പ്രോസസ്സാണ് ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകരമായി തീർന്ന രാസപ്രക്രിയ. അടുത്ത ചോദ്യം, ഏത് പദാർത്ഥത്തിൻ്റെ അപവർത്തനാങ്കമാണ് 2.4? ഏത് പദാർത്ഥത്തിൻ്റെ അപവർത്തനാങ്കമാണ് 2.4? ഗ്ലാസ്, സ്റ്റീൽ, വജ്രം, ജലം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള വജ്രമാണ്. വജ്രത്തിൻ്റെ അപവർത്തനാങ്കമാണ് 2.4. അടുത്ത ചോദ്യം, മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത്? മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത്? പാൻക്രിയാസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം എന്താണ്? ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേ, മൈക്രോ തരംഗങ്ങൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള അൾട്രാവയലറ്റ് ആണ്. ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു ഐ സർജറിയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമാണ് അൾട്രാവയലറ്റ്. ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? സംസ്കൃതം, ഹിന്ദി, ബംഗാളി, ഉറുദു. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ബംഗാളിയാണ്. ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻസിലോട്ട് നോക്കാം. ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹിരാകാശ ഗവേഷണം, പരിസ്ഥിതി സംരക്ഷണം, ആണവ നിർവ്യാപന കരാർ, അവയവദാന പദ്ധതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണമാണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അജണ്ട 21. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും താങ്ക് യു.